അതൊക്കെ നല്ല തീറ്റ കൊടുത്തതിൻ്റെ ശേഷം അടിക്കുള്ളൂ, പേടിക്കണ്ട. മനസ്സിലായോ? തിന്നാൻ കൊടുത്ത് അടിക്കാന്ന് കേട്ടിട്ടില്ല. അതാണ് ഞാൻ ചെയ്താൽ അത് കുളിച്ചാൽ പോകുന്നൊരു ചൊല്ലുണ്ട്. പക്ഷെ ഒരു പെണ്ണ് ചെയ്താൽ അത് കുളിച്ചാൽ പോവില്ല. മനസ്സിലായോ? ഒരു മതിലിന് തുള വീണ് കഴിഞ്ഞാൽ അത് തുള വീണത് തന്നെയാണ്. അത് അടക്കാൻ പറ്റില്ല. മനസ്സിലായോ? പക്ഷെ തുള ഇടാൻ വെച്ച ചുറ്റിക ഉണ്ടല്ലോ പുളിയും, അത് പിന്നെയും ഓരോരോ മതിലും ഇട്ടിട്ടിട്ട് പോവാ. കത്തണ്ടവർക്ക് കത്തും. മനസ്സിലായോ? സുറുമ വരച്ച പെണ്ണെ രജല ചെമ്പകപ്പൂവിനൊത്ത നിറമാ നമസ്കാരം. ഡോക്ടേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയ പാട്ടുമായിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. പാട്ടുപാടിയ ആളെ നമ്മൾ കാണിച്ചു തരാം. അതിനു മുമ്പ് നമ്മളൊരു ചെറിയ പാട്ടുമായിട്ടാണ് വന്നത്. സുന്ദരി നീ വന്നു ഗസല സുറുമ വരച്ച പെണ്ണേ രചില. നമ്മൾ കൂടുതൽ പാടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ലയിച്ചു പോകും. പിന്നെ നമ്മളെ വീഡിയോസ് ഒന്നും കാണുവാൻ ആളുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്, ബാക്കി നിങ്ങൾ കേൾക്കുക. കൂടുതലായിട്ടും ഇത് നമുക്ക് സ്ത്രീകൾക്ക് അനുയോജ്യമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അനുയോജ്യമായിട്ടെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മറ്റ് അബദ്ധങ്ങളിലേക്ക് പോയി ചാടാതിരിക്കാനുള്ള ഒരു വീഡിയോ ആണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും നമ്മൾ വീഡിയോസ് കാണിക്കാം, ഫോട്ടോസ് കാണിക്കാം. അതിനു മുൻപ് കുറച്ച് ഒരാളുടെ കാര്യമാണെന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഒരു യൂട്യൂബർ ആയിട്ടുള്ള മുഹമ്മദ് നിഷാൽ എന്ന ഒരു പയ്യന്റെ കഥയാണ് നമ്മളിന്ന് പറയുന്നത്. അദ്ദേഹം യൂട്യൂബറാണ്, വലിയൊരു യൂട്യൂബറാണ്. അദ്ദേഹം ഈ യൂട്യൂബ് ഉപയോഗിച്ച് തന്നെ ചാനൽ ഉണ്ടെന്ന രീതിയിൽ തന്നെ മറ്റു സ്ത്രീകളെ വശീകരിക്കുകയും അവരെ മറ്റു ബന്ധങ്ങളിലേക്ക് വലിച്ചിഴക്കുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അതുപോലെ ഹോട്ടൽ മുറികളിലേക്കും അതുപോലെ മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും അതുപോലെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ഇയാളുടെ മുന്നോട്ട് പോക്ക്. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം തോന്നുന്നു. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഈ വീഡിയോ കാണട്ടെ. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്ത്രീകളുടെ ഇടയിൽ നമുക്ക് ഒരു വ്യാപകമായിട്ടുള്ള ഒരു പൊതുബോധം ഉണ്ടാവുകയുള്ളൂ. ഇനിയും ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും നമ്മൾ ഇത്രയും സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കേൾക്കുന്നുണ്ടായിട്ടും ഇത്രയും സ്ത്രീകൾ വീണ്ടും ഇതിലൊക്കെ വന്ന് പെടുന്നത് എന്തുകൊണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വീണ്ടും ഇതിനൊക്കെ അടിമകളായിട്ടും അതിന്റെ പുറകെ പോകുന്ന സ്ത്രീകളും പറ്റിക്കപ്പെടുന്നവരും ബ്ലാക്ക് മെയിലിന് അടിമകളാവുന്നവരും പൈസ പോകുന്നു, സ്വർണം പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ വാർത്തയിലൂടെ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരേണ്ടത്. ഈ വിദ്വാന്റെ കീഴിൽ ഉള്ളത് 100 പുറത്തുള്ള സ്ത്രീകളാണെന്നാണ് ചെറിയ വിവരം കിട്ടിയിരിക്കുന്നത്. പക്ഷേ പോലീസിന്റെ അന്വേഷണത്തിൽ 100 കവിയുമെന്നാണ്. 100-ലും 200-ലും നിൽക്കില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഇത്രയും സ്ത്രീകൾ ഇവന്റെ ബ്ലാക്ക് മെയിലിൽ പെട്ട് വീണ് കിടക്കുന്നുണ്ട്. അതുപോലെ മറ്റു പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സ്വർണമായിട്ടും പൈസ ആയിട്ടൊക്കെ കുറെ സ്ത്രീകൾക്ക് നഷ്ടമായിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. മുഹമ്മദ് നിഷാൽ എന്നൊരു യൂട്യൂബറിന്റെ കാര്യമാണ് നമ്മൾ നിങ്ങളുമായി ഇന്ന് സംസാരിക്കുന്നത്. അദ്ദേഹം ചെയ്തു വരുന്നത് എന്തെന്ന് വെച്ചാൽ വീഡിയോയിൽ ആദ്യം ഒന്ന് പരിചയപ്പെടുകയും പിന്നെ ഒരു വീഡിയോ കോൾ ഉണ്ടാക്കുകയും വീഡിയോ കോൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുകൂടെ സംസാരമായി പിന്നെ മറ്റു വീഡിയോസുകൾ നമ്മൾ പൊതു സമൂഹത്തിന് കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള വീഡിയോസുകളാണ് ഷെയർ ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത് അങ്ങനത്തെ വീഡിയോസുകളാണ്. ആ ഷെയർ ചെയ്യുന്ന വീഡിയോസുകൾ ഇയാൾ സൂക്ഷിക്കുകയും പിന്നെ ബ്ലാക്ക് മെയിൽ വഴി ആ ഇരയായിട്ടുള്ള സ്ത്രീകളെ അദ്ദേഹം തന്റെ ഹോട്ടൽ മുറിയിലേക്കും അതുപോലെ സ്വകാര്യ സ്ഥലങ്ങളിലേക്കൊക്കെ ക്ഷണിക്കുകയും ക്ഷണിച്ച ശേഷം അവിടെ വെച്ച് പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്ന ഒരു മെയിനായിട്ട് വാക്ക്, ഞാൻ ഭക്ഷണം കൊടുത്ത ശേഷമാണ് ഉപയോഗിക്കുന്നത്, സ്ത്രീകളെ ഉപയോഗിക്കുന്നതെന്നാണ് അദ്ദേഹം മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം. ഭക്ഷണം കൊടുത്ത ശേഷമേ ഉപയോഗിക്കുകയുള്ളൂ. അതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ ഇതുപോലുള്ള പാട്ടുകൾ പാടിയിട്ടാണ് അദ്ദേഹം ഈ സ്ത്രീകളൊക്കെ വശീകരിച്ചെടുക്കുന്നത്. കൂടുതലും അദ്ദേഹത്തിന്റെ ഇരയായിട്ട് വരുന്നത് മാരേജ് കഴിഞ്ഞ ശേഷം ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള സ്ത്രീകളെയൊക്കെയാണ് ഇയാൾ മെയിനായിട്ട് ഉന്നം വെക്കുന്നത്. അതുപോലെ ഡിപ്രഷനിലേക്ക് പോയിരിക്കുന്ന സ്ത്രീകളെയും ഇയാൾ ഉന്നം വെച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ ചെറിയൊരു വീഡിയോയിലേക്ക് പോയിട്ട് വരാം. സുറുമ വരച്ച പെണ്ണെ രജല ചെമ്പകപ്പൂവിനൊത്ത നിറമാ ഇനി നമ്മൾ ഒരു ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. ആ ഫോട്ടോയിലുള്ള മഹാനാണ് മുഹമ്മദ് നിഷാൽ. അദ്ദേഹത്തിന്റെ ഫോട്ടോ ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന നിഷാലിനെ താമരശ്ശേരി CI ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് അറിയില്ലേ? കാര്യങ്ങൾ പറഞ്ഞുതരാം. അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം അദ്ദേഹത്തിന് വിവാഹം ഉറപ്പിച്ച ഒരു സ്ത്രീയും
ആ സ്ത്രീക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായി. അങ്ങനെ ഈ സ്ത്രീയും ഇവര് മറ്റു 4 പേരും കൂടെ ചേർന്നാണ് ഇദ്ദേഹത്തെ കുടിക്കുക എന്ന് വെച്ചാൽ ഇദ്ദേഹം നല്ല കുളിച്ചു കുട്ടപ്പനായി നല്ല ഡ്രസ്സ് ടിപ്പ് ടോപ്പിലൊക്കെ വന്നിട്ട് ഹോട്ടലിലേക്ക് വന്നു. റൂം എടുത്തിട്ടുണ്ട്. അവിടെ ഹോട്ടലിൽ വരാൻ സ്ത്രീകളോട് അങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം റൂം എടുത്ത ഹോട്ടലിലേക്ക് വരികയും അവിടുന്ന് താമരശ്ശേരി CI ഇടപെട്ട് ഈ 4 സ്ത്രീകളും ഇവരും ഇൻഫോം ചെയ്തതനുസരിച്ച് CI അവിടെ താമരശ്ശേരിയിൽ വരികയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്തത്. ആ അറസ്റ്റ് ചെയ്തപ്പോഴുള്ള ഫോട്ടോ ആണ് നമ്മൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ കയ്യിൽ നല്ലൊരു ട്രോഫിയും കിട്ടിയിട്ടുണ്ട്. ട്രോഫി എന്ന് പറഞ്ഞാൽ നല്ല പാട്ട് പാടിയാനുള്ള ട്രോഫി കിട്ടിയതല്ല. അദ്ദേഹത്തിന് ഈ സ്ത്രീകളെ റേപ്പ് ചെയ്തു എന്നുള്ള കേസ് അടിസ്ഥാനമാക്കി CI കേസ് ചാർജ് ചെയ്യുകയും അതിന് കയ്യിൽ അണിഞ്ഞിരിക്കുന്ന വിലങ്ങാണ് നമ്മൾ ഈ കാണുന്നത്. ഇദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഹോബി എന്ന് പറഞ്ഞാൽ സങ്കടങ്ങൾ പറഞ്ഞ് കരച്ചിലുകൾ പറഞ്ഞ് സ്ത്രീകളെ തന്റെ വശത്തേക്ക് ആക്കുകയും സങ്കടങ്ങൾ പറഞ്ഞ് മറ്റൊരു സ്ത്രീയെ ചതിച്ചു, മറ്റോളെന്നെ ചതിച്ചു, വേറെ ആളെന്നെ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അതുകൊണ്ട് ഞാനിപ്പോ നല്ലൊരു സ്ത്രീയാണ് നോക്കുന്നത്, നല്ല ആളെയാണ് എനിക്ക് വേണ്ടത്, സ്നേഹിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകളെ വലയിൽ വീഴ്ത്തുന്ന ഒരു സ്വഭാവം ഇദ്ദേഹത്തിനുണ്ട്. 18ഉം 19ഉം അടവുകൾ പഠിച്ച ഒരാളാണ് അദ്ദേഹമാണ്. ഈ സ്ത്രീകളെ വലയിൽ വീഴ്ത്തിയ ശേഷം ആദ്യം ഇങ്ങനെ സംസാരിച്ച് പിന്നെ ഒരു വോയിസ് കോൾ സംസാരിക്കുകയും വോയിസ് കോൾ വിളിച്ച ശേഷം പിന്നെ വീഡിയോ കോൾ ആവുകയും ഈ വീഡിയോ കോൾ കൂടെ പല രഹസ്യങ്ങളും കൈമാറുന്ന രീതിയിലും സംസാരിക്കുന്ന രീതിയിലൊക്കെ അവിടെ വരെ കാര്യങ്ങൾ എത്തിച്ച ശേഷം പിന്നെ ഇയാൾ വിശാലമായ തന്റെ ഹോട്ടൽ മുറിയിലേക്കാണ് സ്ത്രീകളെ ക്ഷണിക്കുന്നത്. ക്ഷണിച്ച ശേഷം ആണ് അവിടെ വന്നിട്ടാണ് പിന്നെ ബാക്കി വീഡിയോ കവറേജ് എല്ലാം വരുന്നത്. ഈ റൂമിൽ നിന്നും നമ്മൾ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിന്റെ 360 ഡിഗ്രിയിലുള്ള ക്യാമറ ഉപയോഗിച്ച് ഇദ്ദേഹം പകർത്തുകയും ഈ ക്യാമറയിൽ വെച്ചിരിക്കുന്ന ഫൂട്ടേജുകളെല്ലാം അദ്ദേഹം ഫോണിൽ സൂക്ഷിക്കുകയും ചെയ്യും. പിന്നീട് ഈ ഇരയെ സമീപിക്കുകയും പിന്നീട് ഇദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ വരാതിരുന്നാൽ ഈ വീഡിയോ കാണിച്ചിട്ട് ഈ ഫോട്ടോ മൊബൈൽ കാണിച്ചിട്ട് അദ്ദേഹം ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെയാണ്. അല്ലെങ്കിൽ ക്യാഷ്, ഒന്നുകിൽ സ്വർണം, ഇതൊക്കെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ നേരിട്ട് ഹോട്ടലിലേക്ക് വരിക. ഒന്നില്ലെങ്കിൽ ഇപ്പൊ ക്യാഷും സ്വർണമായിട്ടൊക്കെ ഇദ്ദേഹം താരതമ്യം ചെയ്ത് ആ ക്യാഷും പൈസയൊക്കെ അടിച്ചു മാറ്റാറുമുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന ഒരു വിദ്വാൻ കൂടിയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് സ്ത്രീകളെ ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുവന്ന ശേഷം അവിടെ നിന്നും അദ്ദേഹം ആഹാരമെല്ലാം വാങ്ങിക്കൊടുത്ത് നല്ല ആഹാരങ്ങളെല്ലാം വാങ്ങിക്കൊടുത്ത ശേഷമാണ് ചെയ്യാറെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോയിട്ട് വരാം. നോക്കണം കേട്ടോ, ആളൊക്കെ നല്ല തീറ്റ കൊടുത്തതിന്റെ ശേഷം അടിക്കുള്ളൂ, പേടിക്കണ്ട, മനസ്സിലായ? തിന്നാൻ കൊടുത്തടിക്കാന്ന് കേട്ടിട്ടില്ല, അതാണ് ഞാൻ സത്യമായിട്ട് തിന്നാൻ കൊടുത്തടിക്കും, അപ്പൊ പ്രശ്നമില്ലല്ലോ. മനസ്സിലായോന്ന് കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്കല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറയുന്നതൊക്കെ? മനസ്സിലായി. ഇങ്ങനെ ആഹാരങ്ങളെല്ലാം വാങ്ങിക്കൊടുത്ത ശേഷം അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം ഈ ഉപയോഗങ്ങൾ കഴിഞ്ഞ ശേഷം ഇദ്ദേഹം എന്ത് ചെയ്യും, സ്ത്രീകളുടെ കയ്യിലുള്ള മാലയും സ്വർണവും കമ്മലും വളകളെല്ലാം അദ്ദേഹം കൈക്കലാക്കുകയും അവിടുന്ന് മുങ്ങുകയുമാണ് ചെയ്യുക. അപ്പം സ്ത്രീകൾ ഇത് പുറത്തു പറയാൻ മടിച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യും, ഈ സ്ത്രീകൾ ഈ കാര്യങ്ങളൊന്നും പുറത്ത് ആരോടും സംസാരിക്കുകയോ പറയുകയോ ചെയ്യാതെ മൂടി വെക്കുകയും അത് ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ വേരുകൾ പടർന്ന് പന്തലിച്ച് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് ഇദ്ദേഹത്തിന് കൂടുതൽ താല്പര്യവും. അദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്ത സ്ത്രീകളെ തിരിച്ച് ഈ 4 സ്ത്രീകളാണ് ഇദ്ദേഹത്തെ കുടുക്കിയത് കേട്ടോ. ഇപ്പോൾ അദ്ദേഹം അറസ്റ്റിലാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ യൂട്യൂബിൽ വീണ്ടും ഇതേപോലെ അപ്ലോഡുകളും കാര്യങ്ങളൊക്കെ മറ്റു മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് അനുകൂലമായിട്ടുള്ള. ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് മറ്റാരോ യൂസ് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഇനി വീട്ടുകാർ ഇതിനൊക്കെ സപ്പോർട്ടാണെന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത്. വീട്ടുകാർ ഉപയോഗിക്കുന്നുണ്ടോ അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോസ് എല്ലാം കറക്റ്റ് ടൈമിൽ അപ്ലോഡ് ആവുന്നുണ്ട്. ഇദ്ദേഹം അറസ്റ്റ് ആയതിനു ശേഷം ഈ അപ്ലോഡ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ കറക്റ്റ് ടൈമിൽ തന്നെ അപ്ലോഡ് ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങളും ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ മറ്റുള്ള ആളുകൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഒരു അവയർനെസ്, ഒരു വിവരം നൽകുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന, അതുപോലെ കോളേജിൽ പഠിക്കുന്ന, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇദ്ദേഹത്തിന്റെ ഇരയായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ കുറെ കുട്ടികൾ പല കംപ്ലൈന്റുകൾ ഇപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നുമുണ്ട്. സ്ത്രീകളും അടക്കം കുട്ടികളും അടക്കം ഇദ്ദേഹത്തെ കുറിച്ച് കംപ്ലൈന്റുകൾ പറയുന്നുമുണ്ട്. ഇപ്പോൾ വരുന്ന കംപ്ലൈന്റുകളും മറ്റും ചെക്ക് ചെയ്ത് നോക്കിയാൽ 100-ലധികം സ്ത്രീകളും കുട്ടികളുമാണ് ഇദ്ദേഹത്തിന്റെ വലയിൽ പെട്ടിരിക്കുന്നത്. ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ച ശേഷമാണ് ഇദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം മുന്നിലേക്ക് കൊണ്ടുവരുന്നതും സ്ത്രീകളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ താൻ ഉപയോഗിച്ചിരുന്ന വീഡിയോസ് എല്ലാം ഉപയോഗിച്ച് സ്ത്രീകളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പൈസയും സ്വർണമെല്ലാം കൈക്കലാക്കുന്ന രീതിയും ഇദ്ദേഹം സൃഷ്ടിച്ചു എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറെ കേസുകൾ ഇതിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചത്.
ഇദ്ദേഹം തിരൂർ മലപ്പുറം സ്വദേശിയാണ് മുഹമ്മദ് നിഷാൽ എന്നാണ് പേര്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേരുകളും കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടാലെങ്കിൽ നിങ്ങൾ ഇനിയും ഇതുപോലെയുള്ള വലയിൽ പെടാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഇൻഫർമേഷനും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾ കീപ് ചെയ്ത് വെക്കുക. എപ്പോൾ കണ്ടാലും തിരിച്ചറിയുന്ന രീതിയിൽ അത് ഫോട്ടോസ് എല്ലാം സൂക്ഷിച്ചു വെക്കുക. എപ്പോഴും സ്ത്രീകൾ വലയിൽ വീഴ്ത്താൻ സാധിക്കുന്ന പല 19 അടവുകളും പഠിച്ച ഒരു ആൾ തന്നെയാണ് ഈ മുഹമ്മദ് നിഷാദ്. അപ്പൊ അദ്ദേഹത്തെ സൂക്ഷിക്കുക. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്റെ വോയിസിലേക്ക് നമുക്കൊന്ന് പോകേണ്ടതുണ്ട്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. സെയിം കേസ് ഇയാളുടെ പേരിൽ നിലമ്പൂർ സ്റ്റേഷനിലുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടിട്ട് കൊണ്ടാണ് ഇയാള് ആ കേസൊക്കെ മുമ്പുള്ള കേസുകളൊക്കെ വഴി പരിചയപ്പെട്ടിട്ടാണ് ഇയാളെ സ്ത്രീകളെ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നത്. ഇപ്പോഴുള്ളതും മുമ്പുള്ളതൊക്കെ സമാനമായ രീതിയിൽ തന്നെയാണല്ലേ? അതേ സമാനമായ രീതിയിലാണ്. ഓക്കെ 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 സാർ. ഇയാളെങ്ങനെ പിടികൂടിയത് എങ്ങനെയാണ്? എവിടെ വെച്ചാണ് സാർ? ഇയാളത് പോലീസ് ഒരു ട്രാപ്പിലാക്കിയതാണ്. ട്രാപ്പിൽ ഇയാളെ മുതക്ക് വരെ ഇയാളുടെ വീക്ക്നെസ് ഉപയോഗിച്ച് തന്നെയാണ് പോലീസ് പിടികൂടിയത്. ഇയാളെ വീക്ക്നെസ് ഉണ്ട്, ആ വീക്ക്നെസ് വഴിയാണ് പോലീസ് പിടികൂടിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ കേസുകൾ പലത് ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ ഒരു പോക്സോ കേസ് വരെ ഇദ്ദേഹത്തിന് ഉണ്ടെന്നാണ് ഈ പോലീസ് ഏമാൻ പറയുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ തുടർ വാക്കുകളിലേക്ക് ഒന്ന് പോയിട്ട് വരാം. പിന്നെ ഇവന്റെ ചാനൽ എന്ന് പറയാം റൊമാൻറ്റിക് ടൈപ്പിലുള്ള ചാനലാട്ടോ. അതെല്ലാവരും പറഞ്ഞ് പാട്ട് പറഞ്ഞു, അതുപോലെ മലയാളം സ്ലാങ്, മലപ്പുറം സ്ലാങ്ങിലൊക്കെ സംസാരിച്ച് ആളുകളെ വീഴ്ത്തുന്ന രീതിയിലുള്ള സംസാരത്തിലുള്ള ഒരു റൊമാൻറ്റിക് ചാനലാണ് ഇദ്ദേഹം കൊണ്ടു നടക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഹോബി എന്ന് പറഞ്ഞാൽ കുളിച്ച് കുട്ടപ്പനായി നല്ല ഉഷാർ അടിപൊളി ഷർട്ടും എല്ലാം ഇട്ടിട്ട് ഹോട്ടൽ മുറിയിൽ ചെല്ലുകയും സ്ത്രീകളെ പീഡിപ്പിക്കുകയും അവിടുന്ന് സ്ത്രീകളോട് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വർണവും പണമൊക്കെ ആവശ്യപ്പെടുകയും ഒക്കെയാണ് ചെയ്യുന്നത്. ഈ കേസിൽ പെട്ടിട്ടുള്ള സ്ത്രീ, കേസ് കൊടുത്തിട്ടുള്ള സ്ത്രീ ഇങ്ങനെ ഒരു സെക്കൻഡ് മാരേജിൽ നിൽക്കുന്ന സ്ത്രീയാണ്. അപ്പൊ അദ്ദേഹം ഈ സ്ത്രീയെ മാരേജ് ചെയ്യാമെന്നും അങ്ങനെ ഒരു കണക്ഷനിലാണ് ഇവര് കണക്റ്റഡ് ആവുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ മറ്റ് പ്രവർത്തികളും കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷമാണ് ഈ സ്ത്രീയും മറ്റു 4 സ്ത്രീകളും കൂടി ഈ ഇദ്ദേഹത്തെ ഈ ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ സർക്കിളിനെ വിളിച്ച് അറസ്റ്റ് ചെയ്യിക്കുന്നത്. അപ്പോഴാണ് മൊത്തം ഈ ലോകം മൊത്തം ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത്. ഇദ്ദേഹത്തിന്റെ കളികളും പ്രശ്നങ്ങളും എല്ലാം എന്തൊക്കെയാണെന്ന് പുറത്തേക്ക് വരാൻ കാരണം ഈ കേസിന്റെ ഒരു മുൻനിർത്തിയുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇയാൾക്ക് മറ്റൊരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകൾ ഇപ്പം നമ്മൾ ഹോട്ടലിലൊക്കെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ അവിടുന്ന് അവർ സംസാരിച്ചിരുന്ന് അവരുടെ ആവശ്യങ്ങളൊക്കെ നടത്തിയ ശേഷം പുറത്തിറങ്ങുന്നതിന് മുമ്പ് സ്ത്രീകളോട് മാലയും വളയും അതുപോലെ ബ്രേസ്ലെറ്റ് എല്ലാം ആവശ്യപ്പെടുകയും അതൊക്കെ കൈക്കലാക്കുകയും ചെയ്യുന്ന ഒരു തന്ത്രത്തിൽ കൈക്കലാക്കുകയും ചെയ്യുന്ന ഒരു യുക്തി കൂടി ഇദ്ദേഹത്തിനുണ്ട്. അതും ഒക്കെ കൊണ്ടാണ് ഇദ്ദേഹത്തെ ഈ സ്ത്രീകൾ കൊടുക്കുവാനും പിന്നെ ബ്ലാക്ക് മെയിൽ പെട്ടിരിക്കുന്ന സ്ത്രീകൾ എന്തായാലും ഇതൊന്നും പുറത്തു പറയില്ല. അപ്പൊ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോയി എന്നുള്ള രീതിയിലായിരിക്കും അവര് പണവും സ്വർണ്ണമൊക്കെ ചോദിക്കുമ്പോൾ വീട്ടുകാരോടോ മറ്റ് ബന്ധുക്കളോടൊക്കെ പറയുക. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത്. ഇത്രയും പ്രവർത്തികൾ കൂടുതലും ചെന്നെത്തുന്നത് സ്ത്രീകൾ തന്നെയാണോ? സ്ത്രീകൾ ഞങ്ങൾ ഈ അബദ്ധത്തിൽ ഈ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ആളുടെ അടുത്ത് ഞങ്ങൾ ചെന്ന് വീഴുകയാണ്, ചെന്ന് കൊടുക്കുകയാണെന്ന രീതിയിലാണ് സ്ത്രീകളൊക്കെ ചെന്ന് അങ്ങോട്ട് വീഴുന്നത്. പിന്നെ ഇതിൽ കൊടുക്കുന്നത് കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല. അങ്ങനത്തെ രീതിയിലാണ് പിന്നെ അയാൾ വരിഞ്ഞു മുറുക്കുക. അപ്പൊ അങ്ങനത്തെ രീതിയിലൊക്കെ ചെന്ന് പെടുന്നതും ഞങ്ങൾ ചെന്ന് പെടുകയാണെന്ന രീതിയിൽ തന്നെ സ്ത്രീകൾ അവിടെ ചെന്ന് പെടുന്ന രീതിയും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു മറുപടിയായിട്ട് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ സൂക്ഷിക്കുക. ചാനലിൽ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പോയിട്ട് ഓൺലൈൻ ചാറ്റിംഗ് അതുപോലെ സംസാരങ്ങളിലൊക്കെ വീഴാതിരിക്കുക. നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇദ്ദേഹം ഇതിൽ പെടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ശക്തമായിട്ട് 4 സ്ത്രീകൾ കൂടിയിട്ടാണ് ഇദ്ദേഹത്തെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അത് എങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ ഇത്ര ഇതിനു മുമ്പ് അദ്ദേഹം ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തിയിരുന്നു. ഒരു ഓട്ടിസം ബാധിച്ച കുട്ടിക്ക് വേണ്ടിയിട്ട് ഫണ്ട് പിരിക്കുന്ന രീതിയിൽ ഇദ്ദേഹം ഒരു പരസ്യം കൊടുക്കുകയും ആ ഓട്ടിസം ബാധിച്ച കുട്ടിക്ക് ക്യാഷ് വരാൻ വേണ്ടിയിട്ട്, പൈസ വരാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം മാരേജ് ചെയ്യാന്ന് പറഞ്ഞ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ കുട്ടിയുടെ അക്കൗണ്ട് നമ്പറാണ് അവിടെ കൊടുത്തിരുന്നത്. ആ അക്കൗണ്ട് നമ്പറിലേക്കാണ് ക്യാഷ് ഒരു അത്യാവശ്യം ക്യാഷ് അതിലേക്ക്
വരികയും അത് ആ കുട്ടി ഓക്കെ പറഞ്ഞു, സമ്മതിക്കുകയും ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിക്കല്ല, അത് വേണ്ടിയിട്ട് ആ കുട്ടി ഓക്കെ പറയുകയും പിന്നീട് ഈ നമ്പറിലേക്ക് സ്ഥിരമായിട്ട് കോളുകൾ വരാൻ തുടങ്ങി. കോളുകൾ വന്ന ശേഷമാണ് ഈ കുട്ടി ശ്രദ്ധിക്കുന്നത് എന്താണ് സംഭവം എന്നുള്ളത് ശ്രദ്ധിക്കാൻ കാരണം. പിന്നെ ആ കോളിലേക്ക് നമ്പറിലേക്ക് കുറെ സ്ത്രീകൾ വിളിക്കുകയും ഇദ്ദേഹത്തിനെ കുറിച്ച് പരാതി പറയുകയും ഇദ്ദേഹം ഒരു ഫ്രോഡാണ്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് പരാതി പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറെ സ്ത്രീകൾ പരാതികൾ കൊണ്ടുമായി വന്നപ്പോൾ ഇതിൽപ്പെട്ട സ്ത്രീകളും ഈ ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെട്ട സ്ത്രീകളൊക്കെ ഇതിൽ വന്ന്, കുട്ടികളും എല്ലാം വന്ന് ഇതിൽ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നു, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ ഈ ലേഡിയെ വിളിച്ചു പറയുകയും അങ്ങനെ ഈ ലേഡിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ ഈ ബ്ലാക്ക്മെയിലിൽ പെട്ട 2 സ്ത്രീകളും ഈ ലേഡിയും ചേർന്ന് മറ്റൊരു സ്ത്രീയും കൂടെ ചേർന്നിട്ടാണ് ഇദ്ദേഹത്തെ കൊടുക്കാൻ തീരുമാനിച്ചത്. എന്തായാലും ആ സ്ത്രീകൾക്ക് 4 പേർക്കും ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ നൽകുകയാണ്. എന്താ വെച്ചാൽ ഇപ്പോഴെങ്കിലും മുന്നോട്ട് വന്ന് ഇദ്ദേഹത്തെ ഒരു നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് കരുതാം. എങ്കിലും ഈ നിയമത്തിന്റെ മുമ്പിൽ ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ പ്രയത്നിച്ച 4 സ്ത്രീകൾക്കും നമ്മുടെ വക ഒരു സല്യൂട്ട് നൽകുന്നു. ഇനിയെങ്കിലും സ്ത്രീകൾക്ക് ബുദ്ധി ഉണ്ടായിരിക്കണം, കാര്യക്ഷമമായിട്ട് പെരുമാറണം. ആരെങ്കിലും ഒന്ന് സപ്പോർട്ടോടെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ റൊമാൻറ്റിക് ചാനൽ വഴി ഒരു പാട്ടോ ഒരു സംസാരമോ കേൾക്കുമ്പോൾ അതിൽ അലിഞ്ഞു വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമ്മൾ മറ്റ് അബദ്ധങ്ങളിൽ പോയി വീഴാതിരിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസിൽ നിന്നായിട്ടോ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ട്രാപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസായിരുന്നു ഇത്. ഈ കേസിലേക്ക് എത്തിച്ചത് ഈ 4 സ്ത്രീകൾ കൂടിയാണ്. അതുകൊണ്ട് അവർക്കൊരു ബിഗ് സല്യൂട്ട് നൽകാതിരിക്കാൻ സാധിക്കില്ല. 100 കണക്കിന് പെൺകുട്ടികളാണ് ഇയാളുടെ ചാരിറ്റി പ്രവർത്തനത്തിലും അതുപോലെ മറ്റ് ട്രാപ്പിലും വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഇതിനെ കുറിച്ച് ഇദ്ദേഹം നടത്തിയ ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ച് പല പരാതികളും ഇനിയും ഇതിന്റെ പുറകെ വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതും നമുക്ക് ഇതിന് വഴിയെ ഇനി കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു വീഴുക. ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും എല്ലാം നല്ലത് തന്നെയാണ്, പക്ഷെ അത് നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ പോകും. ട്രാപ്പിനും അതുപോലെ മറ്റുള്ളവരെ പറ്റിച്ച് പൈസ കയ്യിലാക്കാനുള്ള ഒരു മിടുക്ക് കാണിച്ചാൽ ഇത്തരം അബദ്ധങ്ങളിൽ നമ്മൾ പോയി ചാടുകയും നമുക്കെതിരെയുള്ള ഒരു വോയിസ് ആയിട്ട് മറ്റൊരാൾ വരുമെന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് ഈ പാഠത്തിൽ നിന്നും അതാണ് മനസ്സിലാവുന്നത്. ഇനിയും ഇദ്ദേഹത്തെക്കുറിച്ച് കംപ്ലൈന്റുകളായിട്ട് കുറെ സ്ത്രീകളും കുട്ടികളും ഇതിനെ പുറകെ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ തന്നെ ഇദ്ദേഹത്തിന്റെ വലയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് താമരശ്ശേരി CIന്റെ ഓഫീസ് നമ്പറിലേക്ക് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് കംപ്ലൈന്റുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക എന്നാണ് നമുക്ക് ഇനിയും പറയുവാനുള്ളത്. കാരണം ഇതുപോലെയുള്ള സ്ത്രീകൾ ഇനിയും പല രീതിയിലും പല സ്ത്രീകളും പല വഴിയിലും പോയി പെടാറുണ്ട്, പെട്ട് കിടക്കുന്നവരുണ്ട്. ഇവർ സാമ്പത്തികമായിട്ട് പണവും സ്വർണവും എല്ലാം കയ്യിലുള്ള സ്ത്രീകളെയും ഒക്കെ ഇവർ ഉന്നം വയ്ക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ ഒരു ചെറിയ ചാറ്റിൽ കൂടി ഒരു മാസത്തെ പരിചയം പോലും 2 മാസത്തെ പരിചയം പോലും ഇല്ലാതെ ഒരു ദിവസത്തെ പരിചയത്തിൽ ഒരു സംസാരത്തിലോ ഒരു ചാറ്റിങ്ങിലോ പരിചയപ്പെടുന്ന ആളെ അവരുടെ പുറകെ പോകാതിരിക്കുക എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് ഒരാളെ വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ ഒരാളെ വിശ്വസിക്കുമ്പോൾ എന്താണ്, ഒരു 3 മാസം അല്ലെങ്കിൽ 5-6 മാസം മിനിമം 1 വർഷമെങ്കിലും അയാളുടെ ബിഹേവിയറും സ്വഭാവങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വീക്ഷിച്ച് അതിന് നമുക്ക് ഉതകുന്ന ഒരാളാണ്, മനസ്സിൽ ഇണങ്ങിയ ഒരാൾ തന്നെയാണ് ഇദ്ദേഹം എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് നിങ്ങൾ എന്തിലേക്കും എടുത്തു ചാടുവാൻ സാധിക്കുക. അതും സ്വന്തം ഇഷ്ടത്തിൽ നിങ്ങൾ ഒന്നും എടുത്തു ചാടരുത്. സ്വന്തം ഇഷ്ടം അവിടെ മാറ്റി വയ്ക്കുക. നിങ്ങളുടെ ബന്ധുക്കളുമായി സംസാരിച്ച് ബന്ധുക്കൾ മുഖേന അല്ലെങ്കിൽ മറ്റാരെങ്കിലും കുടുംബത്തിലുള്ള കാരണവന്മാരൊക്കെ മുഖേനയാണ് നിങ്ങൾ ഈ വിവാഹങ്ങളോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മംഗളകാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പിക്കേണ്ടത്. ഒരിക്കലും നിങ്ങൾ സ്വയം എടുത്ത് ചാടാതിരിക്കുക എന്ന് മാത്രമാണ് നമുക്ക് ഇന്ന് ഡോക്ടർ ഷേസിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. ഇനിയും വരുന്ന തലമുറയ്ക്ക് നിങ്ങളൊരു പാഠമായിരിക്കട്ടെ. ഇതുപോലുള്ള മറ്റു കൊടുക്കുകളിലും ബ്ലാക്ക്മെയിൽ കേസുകളിലും നിങ്ങൾ ചെന്ന് വിടാതിരിക്കുക. പെട്ടുകഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് ഡോക്ടർ ഷേസിന് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ഇനിയെങ്കിലും ഒരു ദിവസത്തെ ചാറ്റിങ്ങിലൂടെയും അതുപോലെ ഒരു മാസത്തെ ചാറ്റിങ്ങിലൂടെയും വിശ്വസിക്കുന്ന ആളുടെ കൂടെ പോകാതിരിക്കുക, അവരുടെ ബ്ലാക്ക്മെയിലിൽ വീഴാതിരിക്കുക എന്ന് മാത്രമാണ് ഡോക്ടർ ഷേസിന് നിങ്ങളോട് പറയാനുള്ളത്. ഡോക്ടർ ഷേസ് മറ്റൊരു വീഡിയോയുമായി പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ ഡോക്ടർ ഷേസ്.